നമ്മൾ ഈ കിഡ്നി ഡിസീസും ഹെറിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയ്ക്കോ ഫാമിലിയിലോ ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ തന്നെ നോക്കണം. അപ്പോൾ അവരുടെ ചിലപ്പം ലേറ്റ് ആയിട്ടൊക്കെ അറിഞ്ഞതാണ് മിക്കവാറും അത് IgA നെഫ്രോപ്പതി ആയിരിക്കും. ഒന്ന് ഡയബറ്റിസ് കൊണ്ട് വരുന്നത്. ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷനും ഒക്കെ പിന്നെ അവർ അസുഖം ഉണ്ടായിരുന്നു എന്നറിയാം. പിന്നെ പണ്ട് ഒക്കെ നമുക്ക് ഒരുപക്ഷെ അതും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഒരു ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്ത് GFR, യൂറിൻ ബേസിക്കലി റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും യൂറിനും നോക്കിയാൽ തന്നെ നമുക്കറിയാം. പിന്നെ അതിന്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ടുള്ളത് അറിയേണ്ടി വരും. അപ്പോൾ ഒന്നതാണ്. അപ്പോൾ GFR 90ക്ക് താഴെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, നമ്മളൊരു 3/4 നാലിൽ 3 ഭാഗം കിഡ്നി പോയിട്ടുണ്ടാവും എന്നുള്ളത് കണക്കാക്കണം. കാര്യം എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 1870 ഒക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അന്നേരം ഒരു സിംറ്റം ഉണ്ടാവില്ല, പിന്നെ എന്തിനാ ബോധർ ചെയ്യുന്നതെന്നുള്ളതായിരിക്കും. പിന്നെ ആദ്യമായിട്ട് തുടങ്ങുന്നത് ചിലപ്പോൾ ഇച്ചിരി പ്രഷറായിരിക്കും. ആ പ്രഷറിന് കുറച്ച് മരുന്ന് മേടിച്ച് കഴിക്കും. അതായത് IgA നെഫ്രോപ്പതി ഉള്ള പേഷ്യന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡയബറ്റീസുകാർക്ക് വേറെ രീതിയിലാണ്. അവർ പിന്നെ ഡയബറ്റീസുമായിട്ട് അതിന്റെ മരുന്നും കഴിച്ച് അങ്ങനെ നടക്കും. പിന്നെ ഹാർട്ട് ഡിസീസും പ്രഷറും ഉള്ളവർ, പ്രഷറുണ്ടോ അവർക്ക് പിന്നെ ഹാർട്ട് ഡിസീസും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് കൊളസ്ട്രോളിന് ഇതെല്ലാം മരുന്നുമായിട്ട് അങ്ങ് കഴിക്കും, നടക്കും. GFR കുറഞ്ഞു കഴിഞ്ഞാലും 70 ആയാലും 60 ആയാലും ഒന്നും ആരും ബോധർ ചെയ്യല, ഈ മരുന്നൊക്കെ കഴിച്ച് നടക്കാം. അപ്പം നാച്ചുറലി കിഡ്നിയുടെ ഫംഗ്ഷൻ നമ്മളെ അസുഖം കൊണ്ടും അതുപോലെ തന്നെ ഈ ആത്രോസ്ക്ലെറോസിസ്, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ആത്രോസ്ക്ലെറോസിസ് ഉണ്ട്, കിഡ്നിയുടെ രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്.